ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സ്വത്തിന് കൂട്ടിയിട്ട് അംഗൻവാടി പോവുകയാണ് കേട്ടോ. അന്ന് മാസത്തിൽ അവർക്ക് ഓരോ ചെക്കപ്പ് ഉണ്ട്. വെയിറ്റ് കൂടിയോ കുറഞ്ഞോ, പിന്നെ ഹൈറ്റ് ഉണ്ടോ കുറവാണോ, അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു ഇതുണ്ട്, ചെക്കപ്പ്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അതുകൂടാതെ തുള്ളി മരുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ല അത് കാണിക്കാനല്ല, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടി പോവുകയാണ്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. പുറത്തിറങ്ങിയതല്ല, നമ്മൾ എപ്പോഴും വീട്ടിനകത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അവന് ഭയങ്കര സന്തോഷം. എല്ലാവരും നിന്ന് നോക്കി കണ്ടും കളിച്ചും ചിരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഓടിച്ചാടി കളിച്ച് രസിച്ച് ഞങ്ങൾ അവിടെ എത്തിയത് നമ്മുടെ അപ്പുൻ്റെ സ്കൂളാണ്. അതിൻ്റെ ബാക്കിലാണ് കേട്ടോ അംഗൻവാടി. അവിടെ എത്തിയത് ആളാകെ മാറി. പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ ആകെ കരച്ചിലായി, ബഹളമായി. പിന്നെ എൻ്റെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് പോകുന്നേ ഇല്ലായിരുന്നു. പിന്നെ അത് പിള്ളേരൊക്കെ വന്ന് വിളിക്കുന്നുണ്ട്, ഹായ് ഹായ് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും പോകുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് നേരം അവിടെ തന്നെ നിർത്തി സമാധാനമൊക്കെ പെടുത്തി അവരോട് കുറച്ച് പരിചയപ്പെടുത്തിയിട്ടാണ് അകത്തേക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ചിത്രം നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ത്രാസ് നോക്കി കുട്ടികൾക്ക് ഇപ്പോഴൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. അത് വേറെ. പിന്നെ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ തൂക്കി നമ്മുടെ വെയിറ്റ് നോക്കുന്ന സാധനം. നിങ്ങൾ ഇതിൽ വെയിറ്റ് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അംഗനവാടി ടീച്ചറിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യൂ കേട്ടോ. എന്നാൽ അടിപൊളി വൈബാണ് കേട്ടോ. അവിടെ പുറത്തൊക്കെ ഇങ്ങനെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ചൂടാണെങ്കിൽ പക്ഷേ അകത്തേക്ക് അത്ര ചൂടൊന്നും ഉണ്ടായില്ല, നല്ല തണുപ്പൊക്കെയാണ്. അങ്ങനെ നമ്മുടെ സ്വത്തുവിന് തുള്ളിമരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അപ്പോഴും അവൻ നടക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ഞാൻ അവൻ്റെ എടുത്തുകൊണ്ട് നടക്കണം. നല്ല ചൂടായി. ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴേക്കും നല്ല ചൂടായി. കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് കുറച്ച് നേരം തണലെത്തുമ്പോൾ അവനെ ഞാൻ താഴെ ഇറക്കിയിട്ട് അങ്ങനെ അവൻ നടന്ന് വരും. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവനെ അങ്ങനെ നടത്തിയിട്ടാണ് ഞങ്ങൾ വീടെത്തിയത്. ഒരു വഴിയും ഉണ്ടായിരുന്നില്ല, കാരണം കയ്യിലും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കടയിൽ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്നൊക്കെ നോക്കുകയാണ് അവൻ. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറയാം, ഹായ് പറയാം, ടാറ്റ പറയാമെന്ന് പറയുമ്പോൾ ഇത് കള്ളൻ കണ്ട എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഭയങ്കര കുറുമ്പാണ് കേട്ടോ സാധനത്തിൽ. ഞാൻ സാധനം പറയുന്നത് അങ്ങനെയൊന്നും വിചാരിക്കരുത്. പാലക്കാടൊക്കെ ഞങ്ങളങ്ങനെ കുട്ടികളെ വെറുതെ സാധനം അങ്ങനെയൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഇത് അതോ തുപ്പണുണ്ടോ, ഇതൊക്കെ അവൻ തന്നെ പഠിക്കുകയാണ് ഓരോ കാരണങ്ങൾ. എന്നാലും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി, അതെ വീണേനിപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ